ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പൊറോട്ട നമുക്ക് വളരെ സിമ്പിളായിട്ട് മാവൊന്നും കുഴയ്ക്കാതെ പുളിപ്പിക്കാതെ വളരെ സിമ്പിളായിട്ട് മിക്സിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ചാനലിലൊക്കെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മിക്സിയിൽ കറക്കി എടുത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് അവളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പൊറോട്ടയുടെ മാവ് നമ്മൾ മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ തണുപ്പില്ലാത്ത മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, അതായത് തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ വെള്ളം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിക്കുന്നതിന് മുന്നേ ഒന്ന് സ്പൂൺ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാവൊന്നും അടുക്കി പിടിക്കാതെ മിക്സായി കിട്ടും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കറക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് നിങ്ങൾ തെറ്റിക്കാതെ തന്നെ ഉപയോഗിക്കുക. അതായത് 1/4 കപ്പ് മാവിന് 1/2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു മുട്ടയും ചേർക്കുക. പിന്നെ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പൊറോട്ടയ്ക്ക്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, ആ കല്ല് തന്നെ ചൂടാക്കാൻ വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബോട്ടിൽ ഹോൾ ചെയ്തിട്ട് നമുക്കിതുപോലൊന്ന് ഒഴിച്ച് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നൂൽ പൊറോട്ടയല്ലേ, അപ്പോൾ അതുപോലെ നൂല് പോലെ നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം കുറച്ച് നെയ്യോ എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉടനെ തന്നെ നമുക്കിത് മറിച്ചിടാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞും കിട്ടും. അപ്പോൾ ഇതുപോലെ 1-2 പ്രാവശ്യം നമുക്കൊന്ന് അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെ ഒരു നൂൽ പൊറോട്ട ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൊറോട്ടയും ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നൂൽ പൊറോട്ടയാണിത്. അപ്പോൾ ഒരുപാട് പേര് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ നോർമൽ പൊറോട്ടയുടെ അത്രയും ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 75% ആ ഒരു ടേസ്റ്റ് എന്തായാലും ഈ ഒരു റെസിപ്പിക്ക് ഉണ്ട്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. അതുപോലെ മണവും നമ്മൾ സാധാരണ പൊറോട്ടയുടെ അതേ മണം തന്നെയാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു പൊറോട്ടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പൊറോട്ടയുടെ. ഇനി അത് തണുത്ത് കഴിയുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് എനിക്കില്ലാത്ത പോലെ തോന്നിയിട്ട്, ടേസ്റ്റ് ഉണ്ട് പക്ഷേ എന്നാലും ആ ഒരു 75% പൊറോട്ടയുടെ ടേസ്റ്റ് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.